Hello, my dear students, my dear children. We are starting part 7 class of our chapter 5 Money and Economy. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ചാപ്റ്റർ 5 പാർട്ട് 7 വീഡിയോ വരെ വേണ്ടി വന്നല്ലേ. അതൊരു ലെങ്തി ചാപ്റ്റർ ആയിരുന്നു. തന്നെയുമല്ല മണി ആൻഡ് ഇക്കോണമി എന്നുള്ള വളരെ കുറച്ച് ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് പാർട്ട് കുറയ്ക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പാർട്ട് 7 വരെ വീഡിയോസ് ഈ ഒരൊറ്റ ചാപ്റ്ററിനെ പറ്റി ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ആകുക. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസ് 2-ൻ്റെ പാർട്ട് 1 പുസ്തകം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു ഈ ചാപ്റ്റർ 5ഓടുകൂടി. അടുത്ത ക്ലാസ് നമ്മുടെ സോഷ്യൽ സയൻസ് 1, അതായത് നമ്മുടെ ഹിസ്റ്ററിയിലെ ഈ പാർട്ട് 1 പുസ്തകത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ അതിലേക്ക് നമ്മൾ പോവാം. സോഷ്യൽ സയൻസ് 1ലേക്ക് നമ്മൾ പോവാം. അവിടെ നമ്മുടെ പാർട്ട് 1 പുസ്തകത്തിൽ നമുക്കൊരു ചാപ്റ്റർ കൂടി പഠിക്കാനുണ്ട്. അതായിരിക്കും അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പാർട്ട് 7 ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മണി ആൻഡ് ഇക്കോണമി ഈ ചാപ്റ്ററിൻ്റെ ആ ക്ലോസിങ്, അതിൻ്റെ എൻഡിങ് പാർട്ടിലേക്ക് നമ്മൾ വരിക. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. മൈക്രോ ഫിനാൻസിനെ പറ്റി, കുടുംബശ്രീയെ പറ്റി, ഡിജിറ്റൽ കറൻസിയെ പറ്റി ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ പാർട്ട് 7 ക്ലാസ്. അപ്പോൾ പാർട്ട് 1 തൊട്ട് 6 വരെയുള്ള എല്ലാ പാർട്ടുകളും നിങ്ങൾ കണ്ടു പഠിക്കണം. നിങ്ങൾ ടീച്ചറിൻ്റെ വീഡിയോകൾ വ്യൂ ചെയ്യുക, പഠിക്കുക, അത് മനസ്സിലാക്കുക. അതിനുശേഷമാണ് നിങ്ങൾ പാർട്ട് 7 ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി നമ്മൾ പാർട്ട് 6 കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു. ബാങ്കുകളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്, RBI, ഫങ്ഷൻസ് ഓഫ് RBI, കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ്, ദെയർ സ്പെഷ്യൽ ഫങ്ഷൻസ്, അങ്ങനെ നമ്മൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. What are non-banking financial institutions? What are the characteristics of non-banking financial institutions? What are the features of non-banking financial institutions? The non-banking financial institutions are financial institutions that operate in the banking sector but perform only some of the functions of bank. They are also handling finance or money. So, non-banking financial institutions are financial institutions that operate in the banking sector. They are also operate in the banking sector but perform only some of the functions of bank. അപ്പോൾ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എല്ലാം പഠിച്ച നിങ്ങൾക്ക്, ബാങ്കിൻ്റെ ഫങ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലെ എല്ലാ ഫങ്ഷൻസും ഒന്നും ഇവർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുകയില്ല. പിന്നെന്താണ്? സം ഓഫ് ദ ഫങ്ഷൻസ് ഉള്ളി. These non-banking financial institutions perform only some of the functions of banks. They cannot accept savings deposits from the public. പബ്ലിക്കിൽ നിന്നും പീപ്പിളിൽ നിന്നും സേവിങ് ഡെപ്പോസിറ്റ് അവർക്ക് വാങ്ങാൻ പറ്റുകയില്ല. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡു നോട്ട് ഹാവ് ദ റൈറ്റ് ടു accept സേവിങ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക്. Money cannot be withdrawn by using checks from such financial institutions. They do not issue checks. ഇവർക്ക് ചെക്കുകൾ ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഇല്ല, അതിനുള്ള റൈറ്റ് ഇല്ല. ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരുടെ ചെക്കാണ് ഉപയോഗിക്കുക? ബാങ്കുകളുടെ ചെക്കാണ് ഉപയോഗിക്കുക. ദേ ഡു നോട്ട് ഇഷ്യൂ എനി ചെക്ക്. അപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് ഇവർക്ക് റൈറ്റ് ഇല്ല, അത് പ്രത്യേകം ഓർത്തോണം. ദേ ഡു നോട്ട് ഇഷ്യൂ ചെക്സ്. Money cannot be withdrawn by using checks from such financial institutions. Okay. They are regulated by institutions such as Reserve Bank of India. Reserve Bank of India ആണ് ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നത്. They are regulated എന്ന് പറഞ്ഞാൽ ഇവർക്ക് റൂൾസ് എല്ലാം ഉണ്ടാക്കി ഇവരെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എല്ലാ റെഗുലേഷൻസും കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി, ഇവരെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിനെ ഷോർട്ടിൽ നമുക്ക് സെബി എന്ന് വിളിക്കാം.
ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDA. ഇൻഷുറൻസിൻ്റെ എല്ലാ ഈ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആൻഡ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്, NHB. All these institutions are there to control the working of non-banking financial institutions. So there are some differences between banking financial institutions and non-banking financial institutions. Banking financial institutions, banks, they have all rights. Their functions are more than non-banking financial institutions. These non-banking financial institutions, they are also working in banking sector but do not perform all the functions of banks. They do not accept savings from public. They do not issue any checks. We cannot withdraw by using the check from such financial institutions. They are regulated by RBI, SEBI and Insurance Regulatory Development Authority of India and National Housing Bank. Okay, then examples for non-banking financial institutions: LIC, GIC, മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ആൻഡ് KSFE. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? LIC ആൻഡ് KSFE. KSFE ഫെമിലിയർ അല്ലാത്ത ഒരു കുട്ടികൾ പോലുമില്ല. കാരണം നമ്മുടെ എല്ലാ റൂറൽ ഏരിയാസിലും എല്ലാ വില്ലേജസിൽ പോലും ഇപ്പോൾ KSFEയുടെ ബ്രാഞ്ചുകളുണ്ട് അല്ലേ? KSFE. ദെൻ LIC, നമുക്ക് എല്ലാവർക്കും അറിയാം LIC. മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ആൻഡ് GIC ആർ ഓൾസോ എക്സാമ്പിൾ ഫോർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ ഈ LICക്കും KSFEക്കും ഒക്കെ എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? ഈ പറയുന്ന ചെക്കുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയില്ല, സേവിങ് ഡെപ്പോസിറ്റുകൾ വാങ്ങാൻ പറ്റുകയില്ല. അങ്ങനെ ബാങ്കുകൾ പെർഫോം ചെയ്യുന്ന പല ഫങ്ഷൻസും ഇവർക്ക് അലൗഡ് അല്ല. ഓക്കെ, ദെൻ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. നമ്മൾ അടുത്ത ഒരു മെയിൻ കണ്ടന്റിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു മെയിൻ കീ വേർഡിലേക്ക് പോവുകയാണ്. ക്രെഡിറ്റ് എന്നുള്ള ഇതിലേക്ക് നമ്മൾ പോവുക. സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ലോണുകളാണ്, ലോൺസ്. നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കൺസ്യൂമേഴ്സിനും എല്ലാം എന്താവശ്യമുണ്ട്? എൻട്രിപ്രനേഴ്സിനും എല്ലാം പണം ആവശ്യമുണ്ട്, മണി ആവശ്യമുണ്ട്. ആ പണം ബാങ്കുകളോ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിന് നമ്മൾ പറയുന്ന പേരാണ് ക്രെഡിറ്റ്. അപ്പോൾ ഇന്ത്യയിൽ ഏതെല്ലാം തരത്തിലുള്ള ക്രെഡിറ്റ് സോഴ്സസ് ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫൈ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. നമുക്കൊരു ലോൺ കിട്ടാനായിട്ട്, പണം കിട്ടാനായിട്ട് ഏതെല്ലാം സോഴ്സസ് ഉണ്ട്? എന്താണ് സോഴ്സ് എന്നുള്ള വാക്കിൻ്റെ മലയാളത്തിലുള്ള വാക്ക്? അതിനുള്ള കിട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയുണ്ട്? അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ക്ലാസിഫൈ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ക്രെഡിറ്റ് സോഴ്സസിനെ ക്ലാസിഫിക്കേഷൻ നടത്തുക. ഫസ്റ്റ്, ഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ്. സെക്കൻഡ്, ഇൻഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ സോഴ്സസ് ഓഫ് ക്രെഡിറ്റിനെ നമുക്ക് ലോൺ കിട്ടാനുള്ള അല്ലെങ്കിൽ പണം മുൻകൂറായി കിട്ടാനുള്ള നമുക്ക് രണ്ട് സോഴ്സാണ് ഇന്ത്യയിലുള്ളത്. ഒന്നാമത്തേന് ഫോർമൽ എന്ന് നമ്മൾ പറയും, സെക്കൻഡിനെ നമ്മൾ ഇൻഫോർമൽ എന്ന് പറയും. എന്താണ് ഫോർമൽ എന്ന് പറഞ്ഞാൽ? ഫോർമൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ഔദ്യോഗികം, അത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലൊക്കെയുള്ള, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന, ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളെയാണ്, അങ്ങനെയുള്ള സോഴ്സസിനെയാണ് നമ്മൾ ഫോർമൽ സോഴ്സസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫോർമൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ വലിയ ഗവൺമെൻറ് അപ്രൂവലൊന്നും ഇല്ലാത്ത, എന്നാൽ നമ്മൾ ചിലരൊക്കെ ആശ്രയിക്കുന്ന ചില സോഴ്സസിനെയാണ് നമ്മൾ ഇൻഫോർമൽ എന്ന് പറയുന്നത്. ഔദ്യോഗികമല്ല, മറ്റേത് ഔദ്യോഗികമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫോർമലായിട്ടുള്ള സോഴ്സസിനെ പഠിക്കാം, അതാണല്ലോ ഇമ്പോർട്ടൻ്റ്. ഇൻഫോർമലായിട്ടുള്ള സോഴ്സസ് കുറച്ച് അൺഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, ഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് ആർ ബാങ്ക്സ്, ഏറ്റവും കൂടുതൽ ലോൺ കൊടുക്കുന്ന ബാങ്കുകളാണ്. ദെൻ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് LIC, KSFE, GIC, etc. Then self-help group. Then microfinance institutions. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ പറയാം. നമ്മുടെ നാടുകളിലൊക്കെ 10-20 പേര് കൂടി
ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർ പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയായിരിക്കും. നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീയൊക്കെ പോലുള്ള കാര്യങ്ങൾ, അതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അവരും ചെറിയ ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതും ഫോർമലാണ്. കാരണം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാരമുണ്ട്. അതുകൊണ്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ. ദെൻ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓൾ ദീസ് ആർ എക്സാമ്പിൾ ഫോർ ഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ്. അപ്പം നമുക്ക് പണം സമാഹരിക്കാൻ പറ്റുന്ന ഫോർമലായിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവലുള്ള സ്ഥാപനങ്ങളാണ് ബാങ്കുകളും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളും മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഇൻഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ്, അതിനെ ആരും അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആരും അതിനെ അത്ര ഗവൺമെൻറ് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ലോക്കൽ മണി ലെൻഡേഴ്സ്, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ബ്ലേഡ് പലിശക്കാരെന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ലോക്കലായിട്ട് എന്തെങ്കിലും സ്വർണമോ ഒക്കെ കൊടുത്ത് നമ്മൾ കാശ് മേടിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് ലോക്കൽ മണി ലെൻഡേഴ്സ്. ആരും അവരുടെ അടുത്ത് പോകരുതെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് കേട്ടോ. ലോക്കൽ മണി ലെൻഡേഴ്സ്. ദെൻ നമ്മൾ പൈസ ഇല്ലാതെ വരുമ്പോൾ ആരുടെ അടുത്ത് പോകും? ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും, റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകും, അല്ലേ? ഇതൊന്നും അല്ലാതെ വേറെ ചില മെത്തേഡ് നമ്മൾ പൈസ ഉണ്ടാക്കാൻ, നമ്മുടെ വസ്തുവകളൊക്കെ വിൽക്കുക, നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് പോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുക, അങ്ങനെയുള്ള ചില മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഇൻഫോർമലാണ്. ഇതൊന്നും ഉപയോഗിക്കാതെ ഫോർമൽ മെത്തേഡ്സ് ഉപയോഗിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതായിരിക്കും നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ. ഇൻഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് നമ്മൾ ഒഴിവാക്കണം. കാരണം അതിന് നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, കൂടുതൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കും. ഓക്കെ, അപ്പോൾ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ്, നമുക്കൊരു പണം സമാഹരിക്കാൻ നമുക്ക് കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ അതിനെയാണ് നമ്മൾ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുക. ഫോർമൽ സോഴ്സസും ഉണ്ട്, ഇൻഫോർമൽ സോഴ്സസും ഉണ്ട്. പഠിച്ചോണേ. വാട്ട് ഈസ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ? ക്രെഡിറ്റും ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ മെഷേഴ്സ് ദ പ്രപ്പോർഷൻ ഓഫ് എ ബാങ്ക് ഡെപ്പോസിറ്റ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ലോൺസ്. പ്രപ്പോർഷൻ ഓഫ്, നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് പ്രപ്പോർഷൻ, അല്ലേ? ആകെയുള്ളതിൻ്റെ എത്ര പ്രപ്പോർഷൻ എന്ന് അതേ മെത്തേഡിൽ ഒരു ബാങ്കിന് കിട്ടുന്ന ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ എത്ര പോർഷൻ അവർ ലോൺ കൊടുക്കും, ആ റേഷ്യോയെയാണ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുക. ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ലോണ്, ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് ഇടുന്ന പണം, അല്ലേ? ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് വായ്പയായിട്ട് മേടിക്കുന്ന പണം. അപ്പോൾ ഒരു ബാങ്കിന് കിട്ടുന്ന ഡെപ്പോസിറ്റുകളിൽ അവരെത്ര പെർസെൻറ്റേജ്, എത്ര ശതമാനം, എത്ര പ്രപ്പോർഷൻ ക്രെഡിറ്റ് കൊടുക്കും? ചില ബാങ്കുകൾ കുറവാണ് കൊടുക്കുന്നത്. അവർ ഡെപ്പോസിറ്റ് കൂടുതലും ഡെപ്പോസിറ്റായിട്ട് അവിടെ വെച്ചേക്കും, ലോൺ കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ വേറെ ചില ബാങ്കുകളോ അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ കൂടുതലും അവർ ക്രെഡിറ്റായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. മാത്തമാറ്റിക്സിലെ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം, കിട്ടുന്നതിൽ എത്ര കൊടുക്കുന്നു. ഇതിനെയാണ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുക. ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ മെഷേഴ്സ് ദ പ്രപ്പോർഷൻ ഓഫ് എ ബാങ്ക് ഡെപ്പോസിറ്റ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ലോൺസ്. ഇറ്റ് ഈസ് മോണിറ്ററൈസ്ഡ് ബൈ RBI. ഓരോ ബാങ്കും കൊടുക്കുന്ന ക്രെഡിറ്റ്, അതിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ എത്ര റേഷ്യോ ആണെന്ന് RBI ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ് മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ? അവരത് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, അവരത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ബാങ്കിനും അവർക്കിഷ്ടമുള്ളതുപോലെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ ഒന്നും തീരുമാനിക്കാൻ പറ്റുകയില്ല. അതിനൊക്കെ RBIക്ക് അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എ ഹൈ ക്രെഡിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ് ദാറ്റ് ബാങ്ക് ഹാവ് ലെൻഡ് ഔട്ട് എ ലാർജ് പോർഷൻ ഓഫ് ദ ഡെപ്പോസിറ്റ് ദേ ഹാവ് റിസീവ്ഡ്. ഹൈ ക്രെഡിറ്റ് റേഷ്യോ, ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് റേഷ്യോ നോക്കിയപ്പോൾ അത് ഹൈ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു ലാർജ് പോർഷൻ അവർ ലെൻഡ് ചെയ്യുന്നു, അവർ ലോൺ കൊടുക്കുന്നു, അവരൊട്ടും പിടിച്ചു വെക്കുന്നില്ല. കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു ഹ്യൂജ് പോർഷൻ അവർ ലെൻഡ് ചെയ്യുന്നു, ലോൺ കൊടുക്കുന്നു. എ ലോ ക്രെഡിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ബാങ്ക് ഹാസ് ലെൻഡ് ഔട്ട് ഓൺലി എ സ്മോൾ പോർഷൻ ഓഫ് ദ ഡെപ്പോസിറ്റ് ദേ ഹാവ് റിസീവ്ഡ്. ഒരു ലോ ക്രെഡിറ്റ് റേഷ്യോ ആണ് ഒരു ബാങ്ക് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ ബാങ്കിന് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു സ്മോൾ പോർഷനെ അവർ കൊടുക്കുന്നുള്ളൂ ലോണായിട്ട്,
ലെൻഡ് ചെയ്യുന്നുള്ളൂ. ദേ ലെൻഡ് ഔട്ട് only a small portion of the deposit they have received. A high credit ratio indicate that the bank lent out a large portion of the deposit they have received. ഇതിലേതായിരിക്കും കൂടുതൽ നമ്മുടെ രാജ്യത്തിന് നല്ലത്? ഫസ്റ്റ് വൺ ആണ്. എ ഹൈ ക്രെഡിറ്റ് റേഷ്യോ ഈസ് വെരി ഗുഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ. അവർ രൂപ കിട്ടുന്ന ഡെപ്പോസിറ്റ് ഒരു ലാർജ് പോർഷൻ കൊടുക്കുന്നതല്ലേ ബിസിനസ്മെന്നിന് ഉപയോഗിക്കാം, എൻട്രപ്രണേഴ്സിന് ഉപയോഗിക്കാം, പ്രൊഡ്യൂസേഴ്സിന് ഉപയോഗിക്കാം, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഉപയോഗിക്കാം. നമ്മുടെ രാജ്യത്തെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. എ ലോ ക്രെഡിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ബാങ്ക് ഹാസ് ലെൻഡ് ഔട്ട് ഓൺലി എ സ്മോൾ പോർഷൻ ദാറ്റ് വിൽ നോട്ട് help the development of a country. Okay, then ഒരു ന്യൂ കീവേഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു കാര്യത്തിൽ അവരെ കൂടെ ഉൾപ്പെടുത്തുക, ഇൻക്ലൂഡ് ചെയ്യുക. എന്നെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമോ നമ്മൾ ചോദിക്കത്തില്ലേ? കുട്ടികൾ നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു വാക്കാണ്. നിങ്ങളൊരു ഗ്രൂപ്പ്, കുട്ടികളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അപ്പം നമ്മൾ എന്താ അവരോട് ചോദിക്കുന്നത്? എന്നെ കൂടി ഈ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാമോ? ആ വാക്കിൽ നിന്ന് വന്ന ഒരു വാക്കാണ് ഈ ഇൻക്ലൂഷൻ. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? ഫൈനാൻസിൻ്റെ കാര്യത്തിൽ ഫിനാൻഷ്യലായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക. ആരായി എല്ലാവരും എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, പലപ്പോഴും ബാങ്കിൽ പോവുകയും ബാങ്കിൽ നിന്ന് ട്രാൻസാക്ഷൻ നടത്തുകയും ഡെപ്പോസിറ്റ് ചെയ്യുകയും ലോൺ എടുക്കുകയും അല്ലെങ്കിൽ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയൊക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്? വെൽത്തി പീപ്പിൾ ആയിരിക്കും അല്ലേ? ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവിടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ നമ്മൾ എന്താണ് ഇനിയും മനസ്സിലാക്കാൻ പോകുന്നത്? ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, ബാങ്കിൽ ഡെപ്പോസിറ്റുകളെ, ആ ബാങ്കുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരെ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സായിട്ട് എല്ലാവരെയും മാറ്റുക. അതായത് ലോ ഇൻകം ഗ്രൂപ്പിനെയും ഹൈ ഇൻകം ഗ്രൂപ്പിനെയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയും പുവർ പീപ്പിളിനെയും എല്ലാവരെയും ബാങ്കിൻ്റെ ട്രാൻസാക്ഷനിലേക്ക് അല്ലെങ്കിൽ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സാക്കി മാറ്റുക. എല്ലാവരെയും ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. നമുക്ക് പഠിക്കാം. What is financial inclusion? What are the steps the government has taken for financial inclusion? എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? അതായത് സാമ്പത്തികമായിട്ടുള്ള ഉൾപ്പെടുത്തൽ, ഉൾച്ചേരൽ എന്താണ്? ഗവൺമെൻറ് അതിന് എന്തൊക്കെ സ്റ്റെപ്സാണ് സ്വീകരിച്ചിരിക്കുന്നത്? എല്ലാവരെയും, പുവർ പീപ്പിളിനെയും മാർജിനലൈസ്ഡ് പീപ്പിളിനെയും ഒക്കെ കൊണ്ടുവരാൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഇക്കണോമിക് ഗ്രോത്ത് എക്സലറേറ്റ് when banking service reach the common man, the rural population and the marginalized people. Financial inclusion means bank economic growth accelerate when banking service reach ചെയ്യണം. എവിടം വരെ റീച്ച് ആകണം? കോമൺ മാൻ, സാധാരണക്കാരൻ. റൂറൽ പോപ്പുലേഷൻ, ഗ്രാമത്തിൽ താമസിക്കുന്നവരെ. മാർജിനലൈസ്ഡ് പീപ്പിൾ, ആരാണ് ഈ മാർജിനലൈസ്ഡ് പീപ്പിൾ? പുവർ പീപ്പിൾ, മാറ്റി നിർത്തിയിരിക്കുന്ന ആളുകൾ അല്ലേ? മാർജിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പേപ്പറിൻ്റെ അറ്റത്തേക്ക് നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് അല്ലേ മാർജിൻ. അപ്പോൾ ആരാണ് മാർജിനലൈസ്ഡ് പീപ്പിൾ? സമൂഹത്തിൻ്റെ അരികിലേക്ക് മാറ്റപ്പെട്ടവർ. നമ്മൾ മലയാളത്തിൽ അതിനെ അരികുവൽക്കരണം എന്നൊക്കെ പറയും, അരികിലേക്ക് മാറ്റപ്പെട്ടവർ. ദാറ്റ് മീൻസ് പുവർ പീപ്പിൾ. അപ്പോൾ പുവർ പീപ്പിളിനെ, കോമൺ മാനിനെ, റൂറൽ പീപ്പിളിനെ, റൂറൽ പോപ്പുലേഷനെ ബാങ്കിങ് സർവീസിലേക്ക് അവരെ കൂടി റീച്ചാക്കുക, അവരെ കൂടെ എത്തിക്കുക. ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് എക്സലറേറ്റ് ആകും. നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിനെ പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല, അതങ്ങനെ ഡെവലപ്പായി പോകും. കാരണം എന്താണ്? സമൂഹത്തിലെ ഒരു ലാർജർ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കോമൺ പീപ്പിളാണ്, റൂറൽ പോപ്പുലേഷനാണ്, മാർജിനലൈസ്ഡ് പീപ്പിളാണ്. അവരെയൊക്കെ ബാങ്കിങ് സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പിന്നെ ബാങ്കിങ് സർവീസിലേക്ക് വരുന്നവരുടെ പ്രപ്പോർഷൻ വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു രാജ്യത്തിനും ഡെവലപ്പ് ആകാൻ പറ്റുകയില്ല. അവരെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഡെവലപ്പ് ആകാൻ പറ്റുമോ? അപ്പോൾ രാജ്യം മൊത്തം ഡെവലപ്പ് ആകണമെങ്കിൽ, നമ്മളൊരു ഡെവലപ്പ് നേഷൻ ആകണമെങ്കിൽ ബാങ്കിങ് സർവീസിലേക്ക് ആരെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം? ഈ കോമൺ മാനിനെയും റൂറൽ പോപ്പുലേഷനെയും മാർജിനലൈസ്ഡ് പീപ്പിളിനെയും കൊണ്ടുവരണം. ഇനി ഗവൺമെൻറ് എന്തൊക്കെ സ്റ്റെപ്സ് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്? The steps taken by the government for financial inclusion. First one, nationalization of bank.
ആദ്യമായിട്ട് ഗവൺമെൻറ് എടുത്ത സ്റ്റെപ്പ് എന്താണെന്നോ, നമ്മുടെ ബാങ്കുകളെയൊക്കെ നാഷണലൈസ്ഡ് ചെയ്തു. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ദെൻ കോഓപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം, നമ്മുടെ രാജ്യത്ത് കോഓപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവന്നു. ദെൻ മൈക്രോ ഫിനാൻസ് അത് കൊണ്ടുവന്നു. ജൻ ധൻ അക്കൗണ്ട്. ഓക്കെ, നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് മാത്രം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നില്ല, അതിൻ്റെ ചില ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് നിങ്ങൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കിക്കേ. നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ ആ 1947 ഒക്കെ ആ കാലത്തെ ഇച്ചിരി ബാക്കിലേക്ക് നമുക്ക് പോകാം. ആ കാലത്തെ നമ്മുടെ ഓൾമോസ്റ്റ് ഓൾ ബാങ്ക്സും പ്രൈവറ്റ് ബാങ്കുകളായിരുന്നു. ഓരോ വെൽത്തി പീപ്പിളിൻ്റെ ആയിരുന്നു, അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള ചില കുടുംബങ്ങളുടെ ആയിരുന്നു. ഗവൺമെൻറ്റിന് വളരെ നമ്മുടെ വിരലിൽ എണ്ണാവുന്ന 1, 2, 3 ബാങ്കുകളെ അന്നേ പബ്ലിക് സെക്ടറിലുള്ളൂ. ബാക്കിയെല്ലാം പ്രൈവറ്റ് സെക്ടറിലായിരുന്നു ബാങ്കുകളെല്ലാം. നമ്മുടെ ഗവൺമെൻറ് 2 പ്രാവശ്യമായിട്ട് ഈ പ്രൈവറ്റ് ബാങ്കുകളെ എല്ലാം ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കിക്കൊണ്ട് അതിനെ മുഴുവൻ പബ്ലിക്കാക്കി മാറ്റി, രാജ്യത്തിൻ്റെ ബാങ്കുകളാക്കി മാറ്റി. ആ പ്രൈവറ്റ് ബാങ്കുകളെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഗവൺമെൻറ് പിടിച്ചെടുത്തു. അവരതിനുവേണ്ടി എന്ത് ചെയ്തു? പാർലമെൻറ്റ് ചില ഓർഡേഴ്സ് ചില ആക്റ്റുകൾ കൊണ്ടുവന്ന് ഓർഡേഴ്സ് പുറപ്പെടുവിച്ച് ഒന്നും നോക്കിയില്ല, ഗവൺമെൻറ് എടുത്തു. ഇങ്ങനെ 2 തവണയായിട്ട് ഈ നാഷണലൈസേഷൻ നമ്മുടെ രാജ്യത്ത് നടന്നു. അങ്ങനെ ഒരു 19 ബാങ്കുകൾ പബ്ലിക് ബാങ്കുകളായി മാറി. ആ ഒരു കാര്യത്തെയാണ് നമ്മൾ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ബാങ്കുകളെ ഗവൺമെൻറ് പിടിച്ചെടുത്ത് പബ്ലിക് ബാങ്കാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. ഇത് ആർക്ക് ഗുണം ചെയ്യും? കോമൺ പീപ്പിൾ, റൂറൽ പീപ്പിൾ ആൻഡ് മാർജിനലൈസ്ഡ് പീപ്പിൾ. പ്രൈവറ്റ് മേഖലയിൽ ആർക്കും ഈ മാർജിനലൈസ്ഡ് പീപ്പിളിനോടോ കോമൺ മാനിനോടോ റൂറൽ പീപ്പിളിനോടോ ഒന്നും അവർക്കാർക്കും ഒരു സ്നേഹവും ഇല്ല. കാരണം എന്താണ്? അവരുടെ ഏക മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ് അല്ലേ? പ്രൈവറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അവരാരെയും മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ? വെൽത്തി പീപ്പിൾ. അപ്പോൾ കോമൺ പീപ്പിളിനെ, റൂറൽ പോപ്പുലേഷനെ, മാർജിനലൈസ്ഡ് പീപ്പിളിനെ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സംഭവിക്കണമെങ്കിൽ ഗവൺമെൻറ് എടുത്ത ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ഗവൺമെൻറ്റിനെ നമുക്ക് അതിന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. ഒന്നും നോക്കിയില്ല, ആരുടെയും അതൃപ്തി നോക്കിയില്ല, വെൽത്തി പീപ്പിൾ പിണങ്ങുമെന്ന് നോക്കിയില്ല. അവർ പ്രൈവറ്റ് ബാങ്കുകളെ ഒരു ഓർഡർ ഇറക്കിക്കൊണ്ട് പബ്ലിക്കാക്കി മാറ്റി. ഓക്കെ, നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്. അതോടെ റൂറൽ ഏരിയയിലേക്ക് ബാങ്കുകൾ വന്നു. കോമൺ പീപ്പിളിനും അവിടെ കസ്റ്റമേഴ്സ് ആകാൻ പറ്റി. പിന്നെ രണ്ടാമത് നമ്മൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊണ്ടുവന്ന എന്നാണോ? ഈ കോമൺ പീപ്പിളിന് വേണ്ടി കോഓപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നു. നമുക്കറിയാം, നമ്മുടെ എല്ലാ റൂറൽ ഏരിയയിലും എല്ലാ വില്ലേജുകളിലും ഒരു കോഓപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രത്യേകത എന്താണ്? അവിടെ ആ നാട്ടുകാരായ ആളുകളാണ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സ്. അവർ ചെല്ലുമ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ വളരെ നല്ല രീതിയിൽ ഇടപെടുകയും അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും കൊടുക്കുകയും ചെയ്യും. ഒരു പബ്ലിക് ബാങ്കിൽ പോകുന്നതിനേക്കാളും നമുക്ക് നല്ല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് കിട്ടും, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ ആളുകളും ബാങ്കിങ് ആ ഒരു സർവീസിലേക്ക് വന്നു. കോഓപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം. നമ്മുടെ ഫാർമേഴ്സും നമ്മുടെ ആർട്ടിസാൻസും സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സും എല്ലാവരും കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കസ്റ്റമേഴ്സാണ്. ദെൻ നമ്മൾ പഠിക്കുന്നതാണ് മൈക്രോ ഫിനാൻസ്. അത് കൊണ്ടുവന്നു. മൈക്രോ ഫിനാൻസ് ദാറ്റ് മീൻസ് ദാറ്റ് എക്സാമ്പിൾ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ കൊണ്ടുവന്നു. സ്വയം സഹായ സംഘങ്ങൾ കൊണ്ടുവന്നു. ദെൻ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു വലിയ കാര്യമാണ് ജൻ ധൻ അക്കൗണ്ട്. അത് ടീച്ചർ എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ജൻ ധൻ അക്കൗണ്ട്. What are the main objectives of bank nationalization? To expand banking facilities in rural area. To provide credit to farmers at lower rate. 4% ഉള്ളൂ ഫാർമേഴ്സിനെ അവരെടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് 4%. ഫാർമേഴ്സിന് ലോവർ റേറ്റിൽ നമ്മുടെ നാഷണൽ ബാങ്കുകളൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്, ലോണുകൾ കൊടുക്കുന്നുണ്ട്. ഈ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലോണെന്ന് ഓർത്തോണം കേട്ടോ, ലോണാണ് ക്രെഡിറ്റ്. ടു എൻഷുർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ തുടങ്ങി. അല്ലാതെ ബിഗ് പ്രൊഡ്യൂസേഴ്സിനെ, ഹ്യൂജ് പ്രൊഡ്യൂസേഴ്സിന് മാത്രമല്ല, സ്മോൾ പ്രൊഡ്യൂസേഴ്സിനും ക്രെഡിറ്റ് കൊടുക്കാൻ തുടങ്ങി. ഏത് വന്നതോടുകൂടി? ഈ ബാങ്ക് നാഷണലൈസേഷൻ. ടു പ്രിവെൻറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ ഇൻ എ ഫ്യൂ വെൽത്തി പീപ്പിൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് പവർ കുറച്ച് ആളുകൾ, വെൽത്തി ആയിട്ടുള്ള കുറച്ച് പേരുടെ കയ്യിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്
ബാങ്ക് നാഷണലൈസേഷൻ ഗവൺമെൻറ് കൊണ്ടുവന്നത്. എല്ലാവർക്കും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോൺ, അതാണ് രണ്ടാമത്തെ അതിൻ്റെ എയിം. അതുപോലെ ഫാർമേഴ്സിന് ലോ റേറ്റിൽ ക്രെഡിറ്റ് കൊടുക്കുക. ഓക്കെ, ബാങ്കിങ് ഫെസിലിറ്റി റൂറൽ ഏരിയയിൽ കൂടി, അർബൻ ഏരിയാസിൽ ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ട്, റൂറൽ ഏരിയകളിലൂടെ കൊണ്ടുവരിക. അപ്പോൾ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന കോമൺ പീപ്പിളിനും മാർജിനലൈസ്ഡ് പീപ്പിളിനും പുവർ പീപ്പിളിനും ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയായിരുന്നു ബാങ്ക് നാഷണലൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, വളരെ നല്ല കാര്യമായിരുന്നു നമ്മുടെ ഗവൺമെൻറ് ചെയ്തത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി? പ്രിപ്പയർ എ നോട്ട്. കോഓപ്പറേറ്റീവ് ബാങ്കുകളെ പറ്റി നമ്മൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോഓപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ച് കമൻറ്റുകൾ വരികയും അവർ പ്രശ്നമാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾ ശരിയായ രീതിയിൽ എന്താണ് കോഓപ്പറേറ്റീവ് ബാങ്കുകളെന്ന് നമുക്കൊന്ന് പഠിക്കാം. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. കോഓപ്പറേറ്റീവ് ബാങ്ക്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ in activating the rural economy by providing banking facilities to villages and ordinary farmers. കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ നമ്മുടെ ഇക്കോണമിയിലുള്ള റോൾ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ആക്ടിവേറ്റിംഗ് ദ റൂറൽ ഇക്കോണമി. ദേ ആക്ടിവേറ്റ് റൂറൽ ഇക്കോണമി. റൂറൽ ഇക്കോണമി എന്ന് നമ്മളെപ്പോഴും ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്താ? അർബൻ ഇക്കോണമിയെ ആർക്കും മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അർബൻ ഏരിയയിൽ താമസിക്കുന്നവരെ വലിയ ബിസിനസ്മെൻ, വലിയ പ്രൊഡ്യൂസേഴ്സ്, ബിഗ് എൻട്രപ്രനേഴ്സ് ആൻഡ് വെൽത്തി പീപ്പിൾ, അവരുടെ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കേണ്ട. അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം. അവർ വെൽത്തി പീപ്പിളാണ്. അപ്പം നമ്മൾ ആരുടെ കാര്യമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? വില്ലേജ് പീപ്പിൾ, ഓർഡിനറി മാൻ, ഫാർമേഴ്സ്, അവർക്കൊക്കെ ഉപകാരം ചെയ്യുന്നത് ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകളാണ്. ഓക്കെ, ദ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഓപ്പറേറ്റ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷൻ, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് 3 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഒന്ന് കോഓപ്പറേഷൻ, പരസ്പര സഹകരണം, കോ ഓപ്പറേഷൻ, പരസ്പരം സഹകരിക്കുക. സെൽഫ് ഹെൽപ്പ്, സ്വയം ഹെൽപ്പ് ചെയ്യുക. ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പരം ഹെൽപ്പ് ചെയ്യുക. കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എങ്ങനെയാണ് ഫണ്ട് ഉണ്ടാക്കുന്നത്? അവിടുത്തെ ഓരോ കസ്റ്റമറും ഇടുന്ന ഷെയറാണ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫണ്ട്. ആ ഷെയറിൽ നിന്നും ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് കൊടുക്കുന്നു. ചെറിയൊരു ഇൻട്രസ്റ്റ് മേടിക്കുന്നു. ഓക്കെ, അപ്പോൾ സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്, കോഓപ്പറേഷൻ, പരസ്പരം സഹായിക്കുക, സ്വയം സഹായിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. ഇതാണ് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രധാനപ്പെട്ട 3 പ്രിൻസിപ്പിൾസ്. അത് പഠിച്ചോണം. കോഓപ്പറേഷൻ, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്? ടു ഇൻകൾക്കേറ്റ് ഹാബിറ്റ് ഓഫ് സേവിങ് എമംഗ് ദ വില്ലേജസ്. നമ്മുടെ പാവപ്പെട്ട വില്ലേജേഴ്സിനെ അവർക്ക് കിട്ടുന്ന ഓരോ ദിവസത്തെയും അവരുടെ ഇൻകം എന്ന് പറയുന്നത് അവർക്കങ്ങ് ചിലവഴിക്കാനേ ഉള്ളൂ. ആർക്കും തന്നെ ഈ സേവിങ് ഹാബിറ്റ് ഇല്ല, സൂക്ഷിച്ചു വെക്കുന്ന ഹാബിറ്റ് ഇല്ല. കോഓപ്പറേറ്റീവ് ബാങ്കുകൾ വന്നത് എന്തുകൊണ്ടാണ്? ആ ചെറിയൊരു പണമാണെങ്കിലും ചെറിയൊരു തുകയാണെങ്കിലും അത് സൂക്ഷിച്ചു വെക്കാനും കോഓപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാനും ആളുകൾ തയ്യാറാകും. അപ്പോൾ ആളുകൾക്ക് എന്തൊരു ഹാബിറ്റാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്? സേവിങ് ഹാബിറ്റ്, പണം സൂക്ഷിക്കാനുള്ള ഹാബിറ്റ് കൊണ്ടുവരിക. ടു പ്രൊട്ടക്ട് ദ കോമൺ പീപ്പിൾ ഫ്രം പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്. നമ്മുടെ വില്ലേജിലൊക്കെ ഈ കോമൺ പീപ്പിൾ അല്ലെങ്കിൽ പുവർ പീപ്പിൾ അവരെപ്പോഴും പണത്തിന് വേണ്ടി മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് പോകും. അവരുടെ ആധാരം അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഗോൾഡൊക്കെ കൊണ്ട് കൊടുത്തിട്ട് മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ തുക മേടിക്കും. അപ്പം മിക്കവാറും അവരുടെ ആ ലാൻഡും അല്ലെങ്കിൽ ആ ഗോൾഡും ഒക്കെ ആരുടെ കയ്യിലാകും? മണി ലെൻഡേഴ്സിൻ്റെ കയ്യിലാകും. വലിയ ഹൈ ഇൻട്രസ്റ്റാണ് അവർ മേടിക്കുക. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മണി ലെൻഡേഴ്സിൻ്റെ ക്ലച്ചസിൽ നിന്നും മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഈ പാവപ്പെട്ട ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? സേവിങ് ഹാബിറ്റ് കൊണ്ടുവരിക. ടു പ്രൊവൈഡ് ലോ കോസ്റ്റ് ലോൺസ് ടു ഫാർമേഴ്സ് ആൻഡ് സ്മോൾ ബിസിനസ്മെൻ. റൂറൽ ഏരിയകളിലുള്ള ആളുകൾക്ക്, അതായത് ഫാർമേഴ്സിനും സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ലോ കോസ്റ്റിൽ ലോൺ കൊടുക്കുക, ലോ ഇൻട്രസ്റ്റിൽ ലോൺ കൊടുക്കുക. ആ പാവപ്പെട്ടവർക്ക് ചെറിയ ഇൻട്രസ്റ്റിൽ ലോൺ കൊടുക്കുക. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്ക്സിന് 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്, അവർക്ക് 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. പഠിച്ചോണം കേട്ടോ. ദെൻ നമ്മൾ അടുത്തത് നമ്മുടെ ഗവൺമെൻറ് എല്ലാവർക്കും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരാൻ വേണ്ടി മൂന്നാമതെടുത്ത സ്റ്റെപ്പാണ് മൈക്രോ ഫിനാൻസ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതായിരുന്നു? നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്.
രണ്ടാമത്തെ എന്തായിരുന്നു? സ്റ്റാർട്ടിംഗ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. മൂന്നാമത്തെ അവരുടെ സ്റ്റെപ്പാണ് മൈക്രോ ഫിനാൻസ്. വാട്ട് ഈസ് മൈക്രോ ഫിനാൻസ്? വാട്ട് ആർ ദി എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് മൈക്രോ ഫിനാൻസ്? To provide financial service to low-income individuals, families, business who do not have access to conventional banking services. ബാങ്കിങ് സർവീസ് കിട്ടണമെങ്കിൽ, അവിടുന്ന് ലോൺ കിട്ടണമെങ്കിൽ, ബാങ്കിൽ നിന്ന് ലോൺ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊളാറ്ററൽ കൊടുക്കണം, അല്ലേ? കൊളാറ്ററൽ കൊടുക്കണം. കൊളാറ്ററായിട്ട് അവരെന്തൊക്കെ സ്വീകരിക്കുമെന്ന് ടീച്ചർ പഠിപ്പിച്ചായിരുന്നു. എന്തൊക്കെയാണ്? അവർ നമ്മുടെ ലാൻഡിൻ്റെ ഡോക്യുമെൻ്റ് വാങ്ങും, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡോക്യുമെൻ്റ് വാങ്ങും, അതുപോലെ തന്നെ ഗോൾഡ് നമുക്ക് കൊടുക്കാം, സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇതൊന്നും കൊടുക്കാൻ ഒരു സാധ്യതയില്ലാത്ത, സ്വന്തമായി ഭൂമിയില്ലാത്ത, സ്വന്തമായി ഗോൾഡ് ഇല്ലാത്ത, സ്വന്തമായി ഗവൺമെൻറ് ജോലി ഇല്ലാത്ത ഒരാൾ എവിടുന്ന് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കും? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടില്ല, പിന്നെ എവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കും? ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ബാങ്കുമായിട്ട് സർവീസ് നടത്താനായിട്ട് യാതൊരു തരത്തിലുള്ള ഇതുപോലുള്ള കൊളാറ്ററൽസ് കൊടുക്കാനില്ലാത്ത ആ ഇൻഡിവിജ്വൽസ്, ലോ ഇൻകം ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഫാമിലീസ്, അങ്ങനെയുള്ള ബിസിനസ്മെൻ, ഓക്കെ, ചെറിയ ചെറിയ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സിസ്റ്റമാണ് മൈക്രോ ഫിനാൻസ്. നല്ല കാര്യമല്ലേ? അപ്പോൾ ഇവിടെ ലോൺ കിട്ടും. എന്ത് കൊടുക്കണ്ട? കൊളാറ്ററൽ കൊടുക്കണ്ട. ഗോൾസ് ഓഫ് മൈക്രോ ഫിനാൻസ്. എന്താണ് മൈക്രോ ഫിനാൻസിൻ്റെ ഗോൾസ് ഓർ എയിംസ്? പോവർട്ടി അലിവിയേഷൻ, പോവർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, എംപവർമെൻറ്റ് ഓഫ് വിമൻ, സ്ത്രീകളെ എംപവർ ചെയ്യുക, ആൻഡ് മാർജിനലൈസ്ഡ്, പാവപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ എംപവർ ചെയ്യുക, അവരെ ശക്തീകരിക്കുക. പ്രൊമോഷൻ ഓഫ് എൻ്റർപ്രണർഷിപ്പ്, ചെറിയ സ്മോൾ സ്കെയിൽ എൻ്റർപ്രണേഴ്സിനെ ഉണ്ടാക്കുക. എൻഷുറിങ് ജോബ് ക്രിയേഷൻ, തൊഴിലുണ്ടാക്കുക, അവർക്ക് സ്വയം തൊഴിലൊക്കെ കണ്ടെത്താം. ഓക്കെ, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ്, അങ്ങനെ മാർജിനലൈസ്ഡിൻ്റെയും വിമൻ്റെയും ലോ ഇൻകം ഗ്രൂപ്പിൻ്റെയും പുവർ പീപ്പിളിൻ്റെയും ലൈഫിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അവർ പോവർട്ടി ഇല്ലാതാക്കുക, വിമനിനെയും മാർജിനലൈസ്ഡ് പീപ്പിളിനെയും എംപവർ ചെയ്യുക, എൻട്രപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക, അല്ലേ? ജോബ് ക്രിയേഷൻ, അവർക്ക് അവിടെ സ്വയമായിട്ടുള്ള ചില ജോലികളൊക്കെ കണ്ടെത്താനായിട്ട് എന്ത് കൊടുക്കും? ഫിനാൻസ് കൊടുക്കും, ലോൺ കൊടുക്കും. അപ്പോൾ മൈക്രോ ഫിനാൻസ് പ്രത്യേകിച്ച് കേരളീയർക്ക്, നമ്മുടെ ആളുകൾക്ക് വളരെ ഏറെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് മൈക്രോ ഫിനാൻസ്. അല്ലെങ്കിൽ അവർ മണി ലെൻഡേഴ്സിൻ്റെ ക്ലച്ചസിലായി പോകും. മണി ലെൻഡേഴ്സ് അവരുടെ എല്ലാം അപഹരിച്ചെടുക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ മൈക്രോ ഫിനാൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് അടുത്തായിട്ട് പഠിക്കാം. മൈക്രോ ഫിനാൻസ് ഇതാണ്. മൈക്രോ ഫിനാൻസിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് കുടുംബശ്രീ. കുടുംബശ്രീ ഒരു മീറ്റിംഗ് കൂടുക, ഇത്രയും ആളുകൾ ഒന്നിച്ചു കൂടി അവർ ചില ഫണ്ടൊക്കെ, ചെറിയൊരു ഫണ്ടൊക്കെ ഇട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കുകയും ഇതിലാവശ്യമുള്ള ഒരാൾക്ക് ഒരു ദിവസം കൊടുക്കും. അവർ കൊളാറ്ററൽ കൊടുക്കണം, ഒന്നും കൊടുക്കണ്ട, അവർക്ക് വിശ്വാസമാണ്, അല്ലേ? അവർക്ക് മ്യൂച്വലി അവരെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു കൊളാറ്ററലും കൊടുക്കാതെ, ഒരു ഈടും കൊടുക്കാതെ ഇവരിടുന്ന പണം ഒരാൾക്ക് കൊടുക്കും. പക്ഷേ അത് തിരിച്ചു കൊടുക്കണം. എല്ലാവരുടെയും പണമല്ലേ, അത് തിരിച്ചു കൊടുക്കണം. ചെറിയൊരു ഇൻട്രസ്റ്റ് മേടിക്കുമെന്ന് തോന്നുന്നു. എത്ര പേര് വേണം ഇങ്ങനെ? ഒരു 20 പീപ്പിളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു കുടുംബശ്രീ യൂണിറ്റ് ആകണം. അപ്പോൾ നമുക്ക് കുടുംബശ്രീയെ പറ്റി പഠിക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കുടുംബശ്രീ. The Grameen Bank, founded by Professor Muhammad Yunus in Bangladesh in 1983, is a good example of microfinance. ഈ മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ കുടുംബശ്രീ എന്നുള്ള പറയുന്ന ഈ ഒരു സിസ്റ്റം നമുക്കതിൻ്റെ ഐഡിയ കിട്ടിയത് നമ്മൾ കോപ്പി അടിച്ചതാണ് കേട്ടോ. നമുക്കതിനൊരു മോഡലുണ്ട്. എവിടെയാണെന്നോ മോഡൽ? ബംഗ്ലാദേശും ഇന്ത്യയും നമുക്കറിയാം എന്നും ഫ്രണ്ട്സാണ്, അല്ലേ? ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം പാകിസ്ഥാനിൽ നിന്ന് മാറി ഉണ്ടായപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഇന്ത്യയാണ്. അതുകൊണ്ട് ബംഗ്ലാദേശ് എന്നും ഇന്ത്യയുമായിട്ട് വളരെയേറെ ഫ്രണ്ട്ലി റിലേഷനാണ്. അപ്പോൾ നമ്മുടെ ബംഗ്ലാദേശിൽ ഒരു കാലത്ത് ഇന്ത്യ ആയിരുന്നു. പിന്നീട് ഡിവിഷൻ ഉണ്ടായപ്പോൾ പാകിസ്ഥാനായി. പിന്നീട് പാകിസ്ഥാൻ ഡിവൈഡ് ആയപ്പോൾ ബംഗ്ലാദേശ് വേറൊരു സെപ്പറേറ്റ് രാജ്യമായി മാറി. അവിടെ 1983 മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഒരു പ്രൊഫസറെ ആദ്യമായി കൊണ്ടുവന്ന ഒരു രീതിയായിരുന്നു ഈ ഗ്രാമീൺ ബാങ്ക്. ഗ്രാമങ്ങളിൽ ബാങ്ക് തുടങ്ങുക, മൈക്രോ ഫിനാൻസ് തുടങ്ങുക. അതിനെയാണ് നമ്മൾ എങ്ങോട്ട് കോപ്പി ചെയ്തത്? നമ്മുടെ ഈ കേരളത്തിലേക്ക് കുടുംബശ്രീ ഇൻ കേരള വർക്ക്സ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് മൈക്രോ ഫിനാൻസ്. അതായത് ഒരു 20 ആളുകളുടെ
ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അവർ ഓരോരുത്തരും ഒരു ചെറിയ ഒരു സ്മോൾ എമൗണ്ട് എടുക്കുന്നു. അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കുന്നു. ആ ഫണ്ടിൽ നിന്നും അവരെ ബാങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാങ്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അവർക്ക് കൊളാറ്ററൽ ഒന്നുമില്ലാതെ ലോൺ കൊടുക്കുന്നു. അവരതുകൊണ്ട് സെൽഫായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ജോബ് കണ്ടെത്തുന്നു. അതിൽ നിന്ന് അവർക്ക് വരുമാനം ഉണ്ടാകുന്നു, ഇൻകം ഉണ്ടാകുന്നു, അവരുടെ സ്റ്റാൻഡേർഡ് കൂടുന്നു. ഓക്കെ, കുടുംബശ്രീ ഇൻ കേരള വർക്ക്സ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് മൈക്രോ ഫിനാൻസ്. മൈക്രോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്മോൾ എന്നാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ എന്തായിരിക്കും? ബിഗ്, മാക്രോ എന്ന് പറയും. ഇത് മൈക്രോ, സ്മോൾ. The works done by Kudumbasri in Kerala for poverty alleviation and women empowerment has repeatedly attracted world attention. ലോക രാജ്യങ്ങൾ പോലും അവരുടെ പോലും അറ്റൻഷൻ കിട്ടിയ ഒരു വലിയ ഒരു പോവർട്ടി ഇറാഡിക്കേഷൻ മെത്തേഡാണ് നമ്മുടെ കുടുംബശ്രീ. സോ ദ വർക്ക്സ് ഡൺ ബൈ കുടുംബശ്രീ ഇൻ കേരള ഫോർ പോവർട്ടി അലിവിയേഷൻ, പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വിമൻ എംപവർമെൻറ്റ് has repeatedly attracted world attention. These systems work by accepting small deposits through neighborhood groups. ഈ കുടുംബശ്രീയിൽ എടുക്കേണ്ട ആ ഓരോ മെമ്പേഴ്സും ആ ഒരു നെയ്ബർഹുഡിലുള്ളവരായിരിക്കണം, അയൽവക്കംകാരായിരിക്കണം. അയൽക്കൂട്ടമെന്നും അതിനെ നമുക്ക് വേണേൽ പറയാം, അയൽക്കൂട്ടം. എന്നിട്ടോ അവരെ സെൽഫായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, NHGS, SHGS and by providing loans as per the need. അപ്പോൾ ഇവർക്ക് ലോണുകളൊക്കെ ബാങ്കുകൾ കൊടുക്കും. ബാങ്കുകൾക്ക് അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. കുടുംബശ്രീക്കാർക്ക് ലോൺ കൊടുക്കണം. അവരത് കൊണ്ടുവന്ന് ചിലർ തയ്യൽ യൂണിറ്റ് തുടങ്ങും, ചിലർ അവരുടെ നാട്ടിലുള്ള എവിടെന്നെങ്കിലും റെൻറ്റിന് സ്ഥലമെടുത്ത് അവരെ ചില അഗ്രികൾച്ചറൊക്കെ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചെറിയ ഫാക്ടറികളൊക്കെ സ്ഥാപിക്കും. അതുപോലെ പൗഡർ അല്ലേ, കറി പൗഡറൊക്കെ ഉണ്ടാക്കും. അങ്ങനെ സ്വയമായിട്ട് അവർ ഇൻകം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയുക? മൈക്രോ ഫിനാൻസ്. അതിന് എക്സാമ്പിളാണ് കുടുംബശ്രീ. കുടുംബശ്രീയെ പറ്റി ഒരു നോട്ട് പഠിച്ചോണം കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. കുടുംബശ്രീ അതാരാണ് ആദ്യമായിട്ട് ഇത് അവതരിപ്പിച്ചത് ലോകത്ത്? മുഹമ്മദ് യൂനൂസ്. ഏത് രാജ്യത്തായിരുന്നു? ബംഗ്ലാദേശിൽ, 1983. ഓക്കെ, ദെൻ വാട്ട് ഈസ് ജൻ ധൻ അക്കൗണ്ട്? എന്താണ് ഈ ജൻ ധൻ അക്കൗണ്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രൈം മിനിസ്റ്റേഴ്സ് ജൻ ധൻ അക്കൗണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് പഠിക്കാം. ദ പ്രൈം മിനിസ്റ്റർ ജൻ ധൻ അക്കൗണ്ട് ഈസ് എ സ്കീം ടു ഓപ്പൺ ആൻ അക്കൗണ്ട് ഫോർ ഓൾ ദോസ് ഹു ഡു നോട്ട് ഹാവ് ബാങ്ക് അക്കൗണ്ട് ഇൻ ദ കൺട്രി. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നോ? നമ്മുടെ രാജ്യത്തുള്ള എത്രയാണ് 145 crore പീപ്പിളിനും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം. ഈവൻ ചിൽഡ്രൻ, കുട്ടികൾക്ക് പോലും ബാങ്ക് അക്കൗണ്ട് വേണം. നമുക്കറിയാം സ്കൂളുകളിലൊക്കെ ഇപ്പോൾ എല്ലാ കുട്ടികളോടും ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ പറയും. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വേണം. അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പുവർ പീപ്പിള്, അതുപോലെ തന്നെ ഈ വില്ലേജ് പീപ്പിൾ, ഫാർമേഴ്സ്, സ്മോൾ ഇൻകം ഗ്രൂപ്പ്, എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു സ്കീമാണ്, ഒരു സ്കീം. ആ സ്കീമിനെയാണ് നമ്മൾ എന്ത് പറയുക? ദ പ്രൈം മിനിസ്റ്റർ ജൻ ധൻ അക്കൗണ്ട്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിക്ക് എന്തില്ല? അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല. അപ്പോൾ എല്ലാവരെയും ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാക്കി മാറ്റാനുള്ള ഒരു സ്കീമാണ് ദ പ്രൈം മിനിസ്റ്റർ ജൻ ധൻ അക്കൗണ്ട്. Its aim is to bring all people of the country under the ambit of banking service. അതായത് മണി ലെൻഡേഴ്സിൻ്റെ ക്ലച്ചസിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ വേണ്ടി, എല്ലാവരെയും ബാങ്കുമായിട്ട് കണക്റ്റ് ആക്കാൻ വേണ്ടി, ബാങ്കിങ് സർവീസ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി, അതിൻ്റെ ആ ഒരു എന്താണ് ഗുണങ്ങൾ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന, അതിൻ്റെ എയിമോടുകൂടി ഗവൺമെൻറ് തുടങ്ങിയിരിക്കുന്ന ഒരു സ്കീമാണ് എന്ത്? ജൻ ധൻ അക്കൗണ്ട്. സീറോ മിനിമം ബാലൻസ് അക്കൗണ്ട് ഈസ് ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദിസ് സ്കീം. ഈ സ്കീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നോ? സീറോ മിനിമം ബാലൻസ്. ഇതിനകത്ത് മിനിമം ബാലൻസ് വേണ്ട, സീറോ മതി. നമുക്കറിയാം ടീച്ചറിൻ്റെയൊക്കെ ഇപ്പോൾ അക്കൗണ്ടിനകത്ത് മിനിമം ഒരു 1500 രൂപ ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് തന്നെ ക്ലോസ് ആയി പോകും. അത്രയും മിനിമം നമ്മളൊരു അക്കൗണ്ടിൽ നമുക്ക് പണം ഉണ്ടായിരിക്കണം. എന്നാൽ ജൻധൻ അക്കൗണ്ടിലോ സീറോ മിനിമം ബാലൻസ് മതി. ദറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി. It also aims to provide financial service to the low-income group, promote financial literacy and inculcate the banking habit. എല്ലാവർക്കും ബാങ്കിങ് ഹാബിറ്റ് ഉണ്ടാക്കുക, ബാങ്കിൽ ഡെപ്പോസിറ്റ് തുടങ്ങാനുള്ള ഹാബിറ്റ് ഉണ്ടാക്കുക, ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാക്കുക. എന്താണ് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി?
പണം ഉപയോഗിക്കാനുള്ള ആ കഴിവിനെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാവർക്കും ഉണ്ടാക്കുക, ലോ ഇൻകം ഗ്രൂപ്പിനെ ബാങ്കിങ് സർവീസിലേക്ക് കൊണ്ടുവരിക. ഇതെല്ലാം ജൻധൻ അക്കൗണ്ടിൻ്റെ ആ ഒരു സ്കീമിൻ്റെ എയിമുകളാണ്. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുക. 0 മിനിമം ബാലൻസ് ആണ് അതിൻ്റെ ഫീച്ചർ. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഇങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ തുടങ്ങാം, കുട്ടികൾക്ക് തുടങ്ങാം. അതിനകത്ത് മിനിമം ബാലൻസ് വേണ്ട. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഡിജിറ്റൽ കറൻസി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കറൻസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പേപ്പർ കറൻസി ഉണ്ട്, അതുപോലെ കോയിൻസ് ഉണ്ട്, അല്ലേ? എന്താണ് ഈ ഡിജിറ്റൽ കറൻസി? പേപ്പറും ഇല്ല കോയിനും അല്ലാത്ത കറൻസിയാണ് നമ്മൾ എന്ത് പറയുക, ഡിജിറ്റലി ഉള്ള കറൻസിയാണ് ഡിജിറ്റൽ കറൻസി. നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ കറൻസിയാണ്. ഇനി ഇപ്പോൾ നമുക്കുള്ള കറൻസി നോട്ടുകൾ പോലും നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകണമെന്നില്ല. ഗവൺമെൻറ് പലതും അത് മാറ്റാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ എല്ലാവരെയും ബാങ്കിങ് സർവീസുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തിനാണെന്നോ, ഗവൺമെൻറ്റിന് അതിൻ്റെ അകത്തൊരു എയിം ഉള്ളത് ഈ ഡിജിറ്റൽ കറൻസിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക, അക്കൗണ്ടിൽ പണം വരിക, ആ അക്കൗണ്ടിൽ നിന്നും നമ്മളെ ഇതുപോലുള്ള ഫോൺ പേ ഒക്കെ പോലുള്ള അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ പോലെയുള്ള രീതിയിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. അതാണ് ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മളെ കൊണ്ടുവരാനുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു എയിം. ഓക്കെ, നമുക്ക് പഠിക്കാം എന്താണ് ഡിജിറ്റൽ കറൻസി. ഡിജിറ്റൽ കറൻസി ഹാസ് ബീൻ ദ ലേറ്റസ്റ്റ് ട്രെൻഡ് ഇൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡാണ് ഡിജിറ്റൽ കറൻസി. ഇറ്റ് ഈസ് ആൻ ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ഇതൊരു ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഈ വാലറ്റ് ആൻഡ് നാഷണൽ ഫിനാൻസ് സ്വിച്ച് ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫിസിക്കൽ കറൻസീസ് ആൻഡ് ഇൻക്രീസ് ദ യൂസ് ഓഫ് ഡിജിറ്റൽ കറൻസി. എന്താണ് ഈ ഡിജിറ്റൽ കറൻസി? അത് നമ്മുടെ അക്കൗണ്ടിലേ ഉള്ളൂ. അത് നമ്മുടെ ഫോണിൽ നമുക്ക് അത് കൊടുക്കാം, വാങ്ങാം. പക്ഷേ നമുക്ക് എടുത്ത് പിടിക്കാൻ പറ്റുമോ? കറൻസി നോട്ട് എടുത്ത് പിടിക്കുന്ന പോലെ, അല്ലെ കോയിൻ എടുത്ത് പിടിക്കുന്ന പോലെ ഇല്ല. അത് പോകുന്നതും വരുന്നതും നമുക്കറിയത്തില്ല. നമ്മുടെ ഒരു ഫിംഗർ ടച്ച് കൊണ്ടാണിത് പോകുന്നത്, ഫിംഗർ ടച്ച് കൊണ്ടാണിത് വരുന്നത്. ഓക്കെ, വരുന്നതും പോകുന്നതും അറിയുന്നില്ല. ഓക്കെ, നമുക്ക് എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്യാം, പക്ഷെ നമ്മുടെ കയ്യിൽ പണം വരുന്നുണ്ടോ? ഇല്ല. അതാണ് ഡിജിറ്റൽ കറൻസി. സോ ഇറ്റ് ഈസ് എൻ ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ദർ ഈസ് നോ യൂസ് ഓഫ് ഫിസിക്കൽ കറൻസീസ്, ഓൺലി ഡിജിറ്റൽ കറൻസീസ്. The government is also promoting digital currencies because they aim to move towards a cashless economy. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ എയിം എന്താണെന്ന് നോക്കിക്കേ, ക്യാഷ്ലെസ് ഇക്കോണമി. ക്യാഷ് ഉപയോഗിക്കാത്ത, അതായത് കറൻസി നോട്ടുകളോ കോയിൻസോ ഉപയോഗിക്കാത്ത ഒരു ഇക്കോണമിയാക്കി നമ്മളെ മാറ്റുക. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ എയിം. അതിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഡിജിറ്റൽ കറൻസി. എല്ലാവരും അക്കൗണ്ട് എടുക്കുക, എല്ലാവരും ഡിജിറ്റൽ കറൻസിയിലേക്ക് വരിക. ദാറ്റ് ഈസ് ദ എയിം ഓഫ് അവർ ഗവൺമെൻറ്. ദർ ഈസ് നോ ഫിസിക്കൽ യൂസ് ഓഫ് ഫിസിക്കൽ കറൻസീസ്, ഓൺലി ഡിജിറ്റൽ കറൻസീസ്. ഓക്കെ, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ക്യാഷ്ലെസ് ഇക്കോണമി? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എയിം ഒരു ക്യാഷ്ലെസ് ഇക്കോണമിയാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്, അല്ലേ? അതിനുവേണ്ടിയാണ് ഡിജിറ്റൽ കറൻസിയിലേക്ക് വരാൻ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് നമ്മൾ വന്നാലുള്ള ബെനിഫിറ്റ് എന്താണ്? അതായത് അധികം ക്യാഷ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്കറിയാം ഡെവലപ്പ് നേഷൻസിലൊക്കെ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം, ഡെവലപ്പ് നേഷൻസിലെ അവർ ക്യാഷ് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ഡിജിറ്റൽ കറൻസിയാണ്. ചെറിയ കറൻസിയൊക്കെ അവിടെ ഉണ്ട്, ചെറിയ വാല്യൂ ഉള്ളതൊക്കെ അവർ വെക്കും. പക്ഷേ കൂടുതലും ട്രാൻസാക്ഷൻ എല്ലാം നടക്കുന്നത് ഡിജിറ്റൽ കറൻസിയിലൂടെയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് നമുക്കൊന്ന് പഠിക്കാം. Money plays a vital role in the enabling the economic activities of production, distribution, consumption. ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഇക്കണോമിക് ആക്ടിവിറ്റീസായ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ഇതെല്ലാം നടക്കുന്നത് മണിയാണ് ആവശ്യം, അല്ലേ? മണി പ്ലേസ് എ വിറ്റൽ റോൾ, ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ആസ് മണി ടേൺ ഡിജിറ്റൽ, ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഓൾസോ ഇൻക്രീസ്. പണം ഡിജിറ്റൽ ആകുമ്പോൾ ആരും പണം കൊണ്ടുപോയി അലമാരിക്കകത്ത് ക്ലോസ് ചെയ്ത് വെക്കുകയില്ല. ട്രാൻസാക്ഷൻസ് ഇൻക്രീസ്ഡ്. ഓക്കെ, നമ്മുടെ ഒരു ഫിംഗർ ടച്ച് കൊണ്ട് പണം പൊയ്ക്കോളും, നമുക്ക് സാധനം വരും, നമുക്ക് ട്രാൻസാക്ഷൻ നടക്കും. സോ ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ബിക്കോസ് ഓഫ് ദിസ് യൂസ് ഓഫ് ഡിജിറ്റൽ കറൻസി. ട്രാൻസാക്ഷൻസ് ഇൻക്രീസ്ഡ്. ന്യൂ കറൻസീസ് ആർ എമർജിങ്, കീപ്പിംഗ് ഇൻ വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ വേൾഡ് ഓർഡർ. വേൾഡ് ഓർഡർ അനുസരിച്ച് നമ്മുടെ വേൾഡിൽ തന്നെ ന്യൂ കറൻസീസ് വരുന്നു. അപ്പോൾ ഒരു കറൻസി നമുക്ക് സൂക്ഷിച്ച് വെക്കുന്നത് അത്ര ഹോപ്പ്ഫുൾ അല്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മാറുന്നതാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്, ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നതാണ് നമുക്ക് ബെനിഫിറ്റ്.
മണി ചാനൽഡ് ഇൻ ടു ദ മാർക്കറ്റ്. എല്ലാവരും ഡിജിറ്റൽ കറൻസി ഉപയോഗിക്കുമ്പോൾ പണം മാർക്കറ്റിലേക്ക് ചാനൽഡ് ആവുന്നു. എന്താണ് ചാനൽഡ്? അവിടേക്ക് പോകുന്നു, അവിടേക്ക് പ്രവഹിക്കുന്നു. കൺസംഷൻ ഗോസ് ഡയറക്ട്ലി ടു ദ പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നമ്മുടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നു, എല്ലാവരും സാധനങ്ങൾ വാങ്ങുന്നു. അപ്പോൾ ഈ പണം മുഴുവൻ ആരുടെ കയ്യിലേക്ക് ചെല്ലുന്നു? പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിലേക്ക് ചെല്ലുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിലേക്ക് ചെല്ലുന്നു, സെല്ലേഴ്സിൻ്റെ കയ്യിലേക്ക് ചെല്ലുന്നു. ആ പണം അവർ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കുന്നു? നോ, അവർ വീണ്ടും ആ പണം ഏതിനുപയോഗിക്കുന്നു? ദേ യൂസ് ദാറ്റ് പർട്ടിക്കുലർ മണി ഫോർ മോർ പ്രൊഡക്ഷൻ, മോർ ഡിസ്ട്രിബ്യൂഷൻ. സോ ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻക്രീസ്ഡ് ഇൻ ദ കൺട്രി. അപ്പോൾ കിട്ടുന്ന പണത്തെ നമ്മളെല്ലാവരും പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, പർച്ചേസിങ് കൂടുന്നു, ആ പണം പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും കയ്യിലെത്തുന്നു. ദേ പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ തിങ്സ് ആൻഡ് വി പർച്ചേസ് മോർ ആൻഡ് മോർ തിങ്സ്. സോ ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദി കൺട്രി ഇൻക്രീസ്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ദ റിമോട്ട് ഏരിയാസ് ദാറ്റ് ഹാവ് ഹിദർ നോ ആക്സസ് ടു ബാങ്ക്സ് ഇൻ ടു ബാങ്കിങ് നെറ്റ്വർക്ക്. റിമോട്ട് ഏരിയാസ് ഓൾസോ came into the banking network. Entrepreneurs use this money for producing more items, and the banks use this money for giving more loans to entrepreneurs. So the production increased in the country, distribution increased in the country, consumption increased in the country. When production, distribution, consumption increased, the economic activities increased and the country ഡെവലപ്ഡ്. അങ്ങനെ നമ്മുടെ രാജ്യം ഡെവലപ്പിലേക്ക് പോകും. അപ്പം നമ്മുടെ രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണ്ടേ, നമുക്കൊരു ഡെവലപ്പ് നേഷനായി മാറണ്ടേ? അതിന് നമ്മൾ ഏത് ഇക്കണോമിയിലേക്ക് വരണം? ക്യാഷ്ലെസ് ഇക്കോണമി. ഓക്കെ, അങ്ങനെ നമ്മുടെ രാജ്യം ഒരു ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് വന്ന് ഒരു ഡെവലപ്പ് നേഷനാക്കി മാറട്ടെ അല്ലേ? അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ക്യാഷ്ലെസ് ഇക്കോണമിക്ക് വേണ്ടി ശ്രമിക്കാം. എല്ലാവർക്കും ബാങ്കിങ് സർവീസിലേക്ക് വരാം. എല്ലാവർക്കും ഒരു ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറാം. ഓക്കെ സ്റ്റുഡൻസ്, നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് എല്ലാ പാർട്ടുകളും എടുത്ത് പഠിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.